എക്സാം ഉണ്ടോ ഇല്ലയോ? ഇതാണ് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയവും നിങ്ങളോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യവും നിങ്ങൾ ആൾക്കാരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം അല്ലേ? അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം മിസ് ഈ ഒരു വീഡിയോന്റെ ലാസ്റ്റിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ലാസ്റ്റ് വരെ മിസ് ചെയ്യാതെ കാണാം. മിസ്സിന് ഒരൊറ്റ കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഒരുപാട് പേര് ചിലപ്പോൾ ഈ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇക്കൊല്ലം അങ്ങനെ പഠിക്കും, ഇങ്ങനെ ശരിയാക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പോൾ മോട്ടിവേഷൻ ഒക്കെ പോയി നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉഴപ്പുന്ന ഒരു സ്റ്റേജിലാണ് നിങ്ങൾ ഉണ്ടാവുക ചിലപ്പോൾ അല്ലെ, ഒരു മെജോറിറ്റി ആൾക്കാരും. ആൻഡ് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്കൊരു വാശിയുണ്ടോ ഫുൾ മാർക്സ് വാങ്ങുക എന്നുള്ളത് നമ്മളെ ആഗ്രഹം തന്നെയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസമെങ്കിലും അത് പഠിച്ച് ഞാൻ ഫുൾ മാർക്ക് വാങ്ങും എന്നുറപ്പുള്ളവർ താഴെ റെഡി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഇനി അങ്ങോട്ടേക്കുള്ള വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എജുപോർട്ടിന്റെ ഹോൾ ഫാമിലി നിങ്ങളെ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്തവണ നമ്മൾ ഓണം എക്സാം ഉണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ ഇനി വെറും ബാക്കിയുള്ളത് മാക്സിമം പോയാൽ ഒരു 45 ദിവസം. ശ്രദ്ധിക്കുക, മാക്സിമം പോയാൽ 45 ദിവസം. ഓക്കെ, അപ്പൊ ഈ 45 ദിവസത്തിൽ തന്നെ നമുക്ക് 24 മണിക്കൂർ നമുക്ക് പഠിക്കാൻ കിട്ടില്ല അല്ലെ. അതിൽ വെറും കുറച്ച് മണിക്കൂറുകൾ, കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇത് നമുക്ക് പഠിക്കാൻ കിട്ടുള്ളൂ. അപ്പൊ ഓണം എക്സാം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം നിങ്ങൾ അങ്ങോട്ട് മാറ്റി വെക്കുക. എന്തായാലും നമ്മളുടെ ഓരോ സബ്ജക്റ്റുകളിലും ഓരോ കോൺസെപ്റ്റുകളും നമുക്ക് തന്നിരിക്കുന്നത് നമ്മളുടെ അറിവിന് വേണ്ടിയിട്ടാണ്. എന്തായിരിക്കണം നമുക്ക് പബ്ലിക് എക്സാമിന് ഇത് നമുക്ക് എഴുതാനുള്ളതാണ്. അപ്പോൾ ഓണം എക്സാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ മുന്നിലൊരു ചോദ്യമല്ല. കറക്റ്റായിട്ട് ഓരോ സമയത്തും പഠിക്കേണ്ടത് പഠിച്ച് മാറ്റി വെക്കുക. ഓക്കെ, അത് ഇങ്ങനെ നിങ്ങൾ അന്നന്ന് പഠിച്ച് കറക്റ്റ് ക്ലിയർ ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ, എക്സാമിനെ നോക്കാതെ അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് തന്നെ എഴുതാൻ ഒരു മോട്ടിവേഷനും ഒരു കോൺഫിഡൻസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളുടെ മുന്നിൽ ഇനിയുള്ള ഈ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പെർഫെക്റ്റ് പ്ലാൻ വേണം. അപ്പോൾ ആ ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ എജുപോർട്ട് ഫാമിലി വരുന്നുണ്ട് ഒരു അടിപൊളി ലൈവായിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ലൈവ് നടക്കാൻ പോകുന്നത് ഈ വരുന്ന തിങ്കളാഴ്ചയാണ്. ഓക്കെ, റെഡി? അപ്പോൾ നമ്മളെ മൺഡേ കറക്റ്റ് 7:30 നിങ്ങളെല്ലാവരും നമ്മളെ ചാനലിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരുപാട് കാര്യങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സർപ്രൈസസ് ഒക്കെ എന്താണെന്ന് അറിയാൻ, ആ ഒരു എക്സ്ക്ലൂസീവ് ലൈവ് എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ 30th മൺഡേ എല്ലാവരും നമ്മളുടെ ചാനലിലേക്ക് ഓടി വരിക. നമുക്ക് അവിടെ വെച്ച് കാണാം.